ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വെള്ളക്കടല വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്ക് വെള്ളക്കടല ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും. അവർക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോ കാണാം. If you are watching our video for the first time, please subscribe, like, share and comment. ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് കടല ഞാൻ ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് നല്ലോണം കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡാണ്. ഇതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലപ്പൊടി നമ്മളെ വെള്ളക്കടലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് എയർ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. തണുപ്പായത് കാരണം വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൽ കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവാള ഒന്ന് നന്നായി വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നാൽ ഇതിലേക്ക് ഞാൻ മുരിങ്ങ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ ഇല കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ അടുത്ത് മുരിങ്ങ ഇല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയില കുറച്ച് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നങ്ങ് വറ്റിച്ച് കളയണം, അധികം ഡ്രൈ ആക്കണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു പാത്രമായത് കൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല മസാല ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വെള്ളക്കടലയിലും മുരിങ്ങയിലയിലും എത്രത്തോളം ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാം. പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും പൊറാട്ടയ്ക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കടല മസാല ഫ്രൈ ആണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്